ഇന്ത്യ, പോളണ്ട്, ഹംഗറി എന്നീ രാജ്യങ്ങളുടെ ചരിത്രപരമായ ഒരു നിമിഷം അടയാളപ്പെടുത്തുന്ന ആക്സിയം X4 ദൗത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറന്നുയരാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രൂ അംഗങ്ങൾ. നാസയുടെ ഈ ആവേശകരമായ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ലയാണ്. ജൂൺ 10 ഇന്ത്യൻ സമയം വൈകിട്ട് 5:52 ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ ലോഞ്ച് കോംപ്ലക്സ് 39A നിന്നാകും വിക്ഷേപണം നടക്കുക. ഏകദേശം 28 മണിക്കൂറിലെ യാത്രയ്ക്കൊടുവിൽ ജൂൺ 11 ഇന്ത്യൻ സമയം രാത്രി 10 മണിയോടെ ബഹിരാകാശ നിലയത്തിൽ എത്തും. ആക്സിയം X4 ദൗത്യം 1984 റഷ്യയുടെ സോയൂസ് ദൗത്യത്തിൽ ഇന്ത്യയുടെ രാകേഷ് ശർമ്മ നടത്തിയ ചരിത്രപരമായ ബഹിരാകാശ യാത്രയ്ക്ക് 41 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയെ അടയാളപ്പെടുത്തും. ISSന്റെ വാണിജ്യ ദൗത്യത്തിന്റെ ഭാഗമായുള്ള ആക്സിയം X4 ദൗത്യത്തിൽ ശുക്ലയ്ക്കൊപ്പം മിഷൻ കമാൻഡർ പെഗി വിറ്റ്സൺ, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കപു, പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസ്നാൻസ്കി എന്നിവരും ഉണ്ടാകും. ഈ രാജ്യങ്ങൾ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് ഇത് രണ്ടാം തവണയാണെങ്കിലും ISSൽ ഒരു ദൗത്യത്തിൽ ഇവരെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഇതാദ്യമാണ് എന്ന പ്രത്യേകത കൂടി ഈ ദൗത്യത്തിനുണ്ട്. ടീമിലെ ഓരോരുത്തരും അവരുടെ രാജ്യത്തിന്റെ ആദ്യത്തെ ISS സന്ദർശനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. സംഘം 2 ആഴ്ച ഭ്രമണപഥത്തിൽ ശാസ്ത്ര ഗവേഷണ സാങ്കേതിക പ്രകടനങ്ങൾ നടത്തും. നീണ്ട തയ്യാറെടുപ്പിന് ശേഷം മെയ് 25 മുതൽ ക്വാറന്റീനിൽ കഴിയുന്ന ബഹിരാകാശ യാത്രികർ അവരുടെ യാത്രയ്ക്ക് തയ്യാറാണ്. അവസാനമായി ഒരു പോളണ്ടുകാരൻ ബഹിരാകാശത്തേക്ക് പോയത് 1978-ലും ഹംഗറിക്കാരൻ പോയത് 1980-ലുമായിരുന്നു. ഇനി മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ശുഭാൻഷുവിന്റെ ബാക്കപ്പ്. ശുഭാൻഷുവിന് എന്തെങ്കിലും സാഹചര്യത്തിൽ ദൗത്യം നടക്കാനാകാതെ വന്നാലാണ് പ്രശാന്ത് യാത്ര ചെയ്യുക. ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായാണ് ശുഭാൻഷു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത്. മുൻ നാസ ബഹിരാകാശ യാത്രികയും ആക്സിയം സ്പേസിന്റെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഡയറക്ടറുമായ കമാൻഡർ പെഗി വിറ്റ്സൺ ആണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഒരു അമേരിക്കൻ ബഹിരാകാശ യാത്രിക ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചതിന്റെ റെക്കോർഡ് പെഗിക്ക് സ്വന്തമാണ്. ISRO, നാസ, അമേരിക്കൻ സ്വകാര്യ കമ്പനികളായ ആക്സിയം സ്പേസ്, സ്പേസ് എക്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ദൗത്യം നടക്കാൻ പോകുന്നത്. റോക്കറ്റും യാത്രാ പേടകവും സ്പേസ് എക്സിന്റേതാണ്. നാസയുടെ സഹായത്തോടെ ആക്സിയം സ്പേസ് ആണ് ദൗത്യ നിർവഹണം നടത്തുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്വകാര്യ ബഹിരാകാശ സഞ്ചാരികളെ കൊണ്ടുപോകുന്ന നാസയുടെ പ്രൈവറ്റ് ആസ്ട്രോനോട്ട് മിഷൻ പദ്ധതിയാണ് ISRO പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. 2019-ലാണ് നാസ ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. കരാർ കിട്ടിയത് ആക്സിയം സ്പേസിനാണ്. ആദ്യ ധാരണ പ്രകാരമുള്ള 4 ദൗത്യങ്ങളിൽ അവസാനത്തേതാണ് ശുഭാൻഷുവും സംഘവും യാത്ര പോകുന്ന ആക്സിയം 4. ആദ്യ ദൗത്യം ആക്സിയം 1 നടന്നത് 2022 ഏപ്രിലായിരുന്നു. രണ്ടാം ദൗത്യം ആക്സിയം 2 2023 മെയ്യിലും ആക്സിയം 3 ജനുവരി 2024-ലും നടന്നു. ആക്സിയം 4-ന് ശേഷം 2 ദൗത്യങ്ങൾക്ക് കൂടി അടുത്തിടെ അനുമതി കിട്ടിയിട്ടുണ്ട്. ദൗത്യത്തിനായി ഇന്ത്യ ചെലവിട്ടത് 600 കോടി രൂപയ്ക്ക് അടുത്താണ് എന്നാണ് വിവരം. യഥാർത്ഥ കണക്ക് സർക്കാർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ആദ്യ ആക്സിയം ദൗത്യത്തിൽ ഒരു സീറ്റിന് ഈടാക്കിയത് $55 മില്യൺ ആയിരുന്നു എന്ന വിവരവുമുണ്ട്. ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിച്ച ശേഷം പുതിയ സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ സംഘം ഭ്രമണപഥത്തിലെ ലബോറട്ടറിയിലേക്ക് യാത്ര ചെയ്യും. ഡോക്കിംഗ് സമയം ജൂൺ 11 ബുധനാഴ്ച ഇന്ത്യൻ സമയം രാത്രി 10-നാണ്. ജൂൺ 10 ആരംഭിച്ച് ഏകദേശം 14 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദൗത്യം പൂർത്തിയാക്കി ജൂൺ 22-ഓടെ ഡ്രാഗൺ ക്യാപ്സ്യൂളിന്റെ സ്പ്ലാഷ് ഡൗൺ പ്രതീക്ഷിക്കുന്നു.